ഹായ്, ദിസ് ശ്രീജിൽ കലിങ്ങൽ, പ്രീമിയം ഓട്ടോ കൺസൾട്ടൻറ്റ്, ഡെൽറ്റ ഗാസ്. നമ്മുടെ ഒത്തിരി ക്ലയൻസ് പറയാറുണ്ട് ഹൈ ക്രോസ് ഒന്ന് മോഡിഫൈ ചെയ്യണം, ഒരു യൂണീക്ക് ലുക്കിലേക്ക് വരുത്തണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. അദ്ദേഹം ഒരു NRI കസ്റ്റമർ ആയിരുന്നു. എല്ലാ NRI കസ്റ്റമറെ പോലെ തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു പേടി, ഈ വർക്ക് തരുമ്പോൾ അത് പെർഫെക്റ്റ് ആയിരിക്കുമോ. കാരണം അദ്ദേഹം നാട്ടിലില്ല. പലർക്കുള്ള അനുഭവമാണ് വണ്ടി കൊടുത്തു വിട്ടതിന് ശേഷം അത് ഡാമേജ് ആവുക, അത് വൃത്തിയായ രീതിയിൽ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതൊക്കെ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നമ്മളെ കണക്ട് ചെയ്തത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ ഇൻഡസ്ട്രിയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള, പ്രീമിയം എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് തന്നെ ചെയ്യിക്കുക. കാരണം ഇത് ചെയ്യുന്നത് നമ്മുടെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള നമ്മുടെ വെഹിക്കിളാണ്. ആദ്യമായിട്ട് നമുക്ക് എടുത്ത് പറയാനുള്ളത് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക് തന്നെയാണ്. എല്ലാവരും പറയുന്ന പോലെ ആദ്യം കാണുന്ന ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന പോലെ ആ വണ്ടിയുടെ ഗ്രില്ലാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. എപ്പോഴും നിങ്ങൾ ഗ്രില്ല് ഇൻസ്റ്റാളേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് ആ വണ്ടിയുടെ പെർഫെക്റ്റ് ലുക്കായിട്ടുള്ള മാച്ചിങ് ആയിട്ടുള്ള ഗ്രില്ലാണ് ഇൻസ്റ്റാളേഷൻ ചെയ്യുക. ഒരിക്കലും ഒരു യൂണിവേഴ്സൽ ലുക്കിലേക്ക് നിങ്ങൾ പോകരുത്. അതുപോലെ പല കസ്റ്റമറും ചോദിക്കാറുണ്ട്, അതുപോലെ സംശയമാണ് ഈ ഗ്രില്ലിൻ്റെ ബാക്കിൽ നമുക്കൊരു മെഷ് ചെയ്യണം, ഒരു പെയിൻറ്റ് ചെയ്ത് വേറെ ലുക്കിലാക്കണം എന്നുള്ളത്. പക്ഷേ ഞങ്ങൾ ഒരിക്കലും സജസ്റ്റ് ചെയ്യാറില്ല. കാരണം കമ്പനി നൽകിയിട്ടുള്ള എയർ കണ്ടീഷനും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം റേഡിയേറ്ററിലേക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ സ്മൂത്തിൽ തന്നെ വേണം. അതുകൊണ്ട് അത് ബ്ലോക്ക് ചെയ്യണ ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യാറില്ല. അത് നിങ്ങളും ചെയ്യരുത്. അതുപോലെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന് ലൈറ്റ് ഇൻസ്റ്റാളേഷനൊക്കെ ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള കപ്ലേഴ്സ് ഉപയോഗിച്ചിട്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഓരോ വണ്ടികൾക്കും ആവശ്യമുള്ള പെർഫെക്റ്റ് കപ്ലേഴ്സ് വരുന്നുണ്ട്. ഇത് നിങ്ങളുടെ വണ്ടിയുടെ വാറൻറ്റിനെയോ അതുപോലെ തന്നെ നിങ്ങളുടെ വണ്ടിയുടെ വയേഴ്സിനെ ഒന്നും ബ്രേക്ക് ചെയ്യുന്നില്ല. അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ലിമിറ്റ് വിട്ടുള്ള കസ്റ്റമൈസേഷൻ നമ്മൾ ചെയ്യാറില്ല. കാരണം നമുക്ക് ഏറ്റവും വേണ്ടത് ആ പെർഫെക്റ്റ് കണ്ടീഷനിൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിയണം നമ്മുടെ വെഹിക്കിളിന്. അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവമാണ് ബോഡി കിറ്റ് ചെയ്യണം, സ്കേർട്ടിങ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ബോഡി കിറ്റാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആ ക്ലയൻറ്റിന് ഇഷ്ടപ്പെട്ട പോലെ തന്നെ ഒരു പ്രീമിയം ലുക്കിലുള്ള ഒരു ബോഡി കിറ്റ് തന്നെയാണ്. അത് ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള എക്സ്പേർട്ടോട് കൂടി തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ബോഡി കിറ്റ് എടുക്കുമ്പോൾ പല ടൈപ്പിൽ ബോഡി കിറ്റ് വരുന്നുണ്ട്, പല ബ്രാൻഡിൽ വരുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ വണ്ടിയിൽ ഫിറ്റ് ചെയ്യുമ്പോൾ വണ്ടീനെ തന്നെ എഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റി ചൂസ് ചെയ്തെടുക്കുക, അതുപോലെ തന്നെ എക്സ്പേർട്ടിൻ്റെ സഹായം തേടുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, പല കമ്പനിക്കാരും റേറ്റ് നോക്കിയിട്ട് എടുക്കാറുണ്ട്. ശരിക്കും റേറ്റ് നോക്കിയെടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാവുന്നില്ല ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത്. പലയിടത്തും ഞാൻ പേര് പറയുന്നില്ല, പല പ്രമുഖ സ്ഥാപനങ്ങളും നിങ്ങൾ യൂട്യൂബ് വീഡിയോയിലടക്കം കണ്ടിട്ടുണ്ടായിരിക്കും ആ സ്ഥാപനങ്ങളൊക്കെ. അതിലൊക്കെ ചിലപ്പോൾ യൂസർ പ്രൊഡക്റ്റ് അടക്കം ചെയ്യുന്നുണ്ട്, ഡാമേജ് പ്രൊഡക്റ്റ് പെയിൻ്റ് അടിച്ചൊക്കെ ഇറക്കിയിട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ആക്ച്വലി നിങ്ങളുടെ പേടി തന്നെയാണ്, നിങ്ങൾക്കറിയാം ഇതൊക്കെ തന്നെ ഉണ്ടാകാൻ പോകണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഒരു ഭാഗം പേരും ഇത് ചെയ്യാണ്ടിരിക്കുന്നത്. പക്ഷേ ഏറ്റവും നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് ഇൻസ്റ്റാളേഷൻ ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ പറയുന്ന പോലെ നമ്മൾ ഏറ്റവും പ്രൊഫഷണൽ വേയോടെ തന്നെ ചെയ്യുള്ളൂ. പലപ്പോഴും കാണാറുണ്ട് പലരും ഇത് ഇൻസ്റ്റാളേഷൻ ചെയ്യുമ്പോൾ പല സ്ക്രൂകളും അടിച്ച് വണ്ടീനെ നാശാക്കാറുണ്ട്. ഇതിൻ്റെ പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ക്രൂ ഒക്കെ ഊരിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും കാലത്ത് നിങ്ങൾക്ക് ഈ സ്കേർട്ടിങ് വേണ്ട എന്ന് തോന്നൽ വരുമ്പോൾ അവിടെയൊക്കെ ഹോൾസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ബോണ്ടിങ് അതുപോലെ തന്നെ സിലിക്കോൺ ഇതൊക്കെ ഉപയോഗിച്ച് 3M ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത്. ഒപ്പം അതിൻ്റെ ക്ലിപ്സും ഉപയോഗിക്കാറുണ്ട്. ഒരിക്കലും ഇതിൽ സ്ക്രൂ വരില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി എത്ര പ്രിയപ്പെട്ടാണോ അതിനെക്കാട്ടിൽ പ്രിയപ്പെട്ടാണ് നമ്മൾ ചെയ്യുന്ന സർവീസ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ടാണ്, ഈ സ്കേർട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയുടെ അടി തട്ടോ, ഗ്രൗണ്ട് ക്ലിയറൻസ് കുറയുമെന്നുള്ളത്. ഒരിക്കലും ഇല്ല. ഇത് വണ്ടിയോട് ചേർന്നിട്ട് തന്നെ ഇരിക്കുന്നതാവുക. ഒരിക്കലും നിങ്ങളുടെ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറയുന്നില്ല. കുറയുന്ന മോഡൽ വരുന്നുണ്ട്, പക്ഷേ നമ്മളത് ഒരിക്കലും ചെയ്യുന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു NRI ആയിരിക്കാം, അതുപോലെ ഒരു ബിസിനസ്സുകാരനായിരിക്കാം, അല്ലെങ്കിൽ ഡോക്ടറായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിരിക്കാം. ഏത് പ്രൊഫഷൻ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, നിങ്ങളുടെ പുതിയ ടെക്നോളജിയിലേക്ക് മാറണം, പുതിയ മോഡിഫിക്കേഷനിൽ ചെയ്യണമെങ്കിൽ ഞാൻ പറയുന്ന പോലെ ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള പ്രൊഫഷണലെ തന്നെ ഏൽപ്പിക്കുക. ദിസ് ശ്രീജിൽ കലിങ്ങൽ, പ്രീമിയം ഓട്ടോ കൺസൾട്ടൻറ്റ്, ഡെൽറ്റ ഗാസ്. ബൈ.